കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹിത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 27ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഗൈസ്, മിസ്റ്റ് മൈറ്റ് മഹയും നിങ്ങളുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരു ദിവസം എപ്പിസോഡ് കിട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത പോലെയാണ് പലരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാറ്. എന്തായാലും അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് മാത്രം മതി. പക്ഷേ നാളിതുവരെ നമ്മുടെ നാനോ മിഷൻ പോലെ പല ടാർജറ്റും നമുക്ക് മിസ്റ്റ് മൈറ്റ് മഹി ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഞാൻ ബേസിക് ഉള്ള ഒരു ചെറിയ ടാർജറ്റ് ഇന്നത്തെ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. വെറും 1.5k ലൈക്സ്. 1k ലൈക്സ് നമുക്ക് മിക്ക വീഡിയോസിലും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ 1.5k ലൈക്സ് ഒരു ടാർജറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു 1.5k ലൈക്സിലേക്ക് എത്തിക്കാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ഡാർക്ക് സെറ്റ് ലീഡർ പറയുകയും ചെയ്യും, നിനക്ക് ആ ഡിസിപ്ലിൻ്റെ കാര്യം പറയാനല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം, ഞാനത് ഡിക്ലൈൻ ചെയ്യുകയാണ്. എനിക്ക് എൻ്റേതായ കുറച്ച് റീസൺസ് ഉണ്ട്. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഈ റെയറായുള്ള വൈൻ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് നിന്റെ റിക്വസ്റ്റ് എനിക്ക് ടേൺ ഡൗൺ ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. നാശം. അപ്പോൾ ഞാനിവിടെ പറയണം ഞാൻ ആരാണ് ചോദിക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ക്യൂങ് സെറ്റിലെ ആ ഒരു ചൈൽഡിനെ പറ്റിയാണ്. എൻ്റെ ടെക്നിക്ക് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യാനായിട്ട് ശരിക്കും ശക്തിയേറിയ ഒരു ബോഡിയും മനസ്സും ആവശ്യമുണ്ട്. അത് അവനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പല ശിഷ്യന്മാർക്കും ഇപ്പോൾ ഞൊണ്ടി നിറക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അത്രത്തോളം ഡേഞ്ചറസ് ആയതുകൊണ്ട്. ഹോ, അതെയോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ പെണ്ണിനായിരുന്നു വേണ്ടത്. പെണ്ണിനെയോ? ആ മോഹ ഹൗസിലെ പെണ്ണാണോ? അതെ, അവളെ തന്നെ. ആ, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ ഫേവർ നിനക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. പിന്നെന്താ, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ മോഹ ഹൗസിലെ പെണ്ണ്, ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കോയിൻസിഡൻസ് ആണോ? കാര്യം ഞാൻ കേട്ടത് വെച്ച് ആ സൗണ്ട് വാലി മാസ്റ്ററും അവൾക്കും ആ പെണ്ണിനെ തന്നെയായിരുന്നു ആവശ്യം. എന്തായാലും ഡാർക്ക് സെറ്റ് ലീഡർ, നീ കുറച്ച് വിയർത്തേക്കും. എങ്കിൽ ഞാൻ തിരികെ പോട്ടെ. അങ്ങനെ അവൻ തിരിച്ച് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ദൂരെ മറ്റൊരു സ്ഥലത്ത് പെട്ടെന്നാണ് അവളുടെ കാതൊന്ന് ചൊറിയാൻ തുടങ്ങിയത്. അല്ല, എന്നെപ്പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ? എന്തേ, നിന്റെ കാത് ചൊറിഞ്ഞോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇത്രയും വൈകി നീ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഇവൻ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന്. വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഏ ആവശ്യമുണ്ടെന്നാ? എന്തിന്? അയ്യോ, ഇനി ഇവൻ അതാണ് ചോദിക്കാൻ പോകുന്നത്. അല്ല, ഇവൻ അത് തന്നെയായിരിക്കും വേണ്ടത്. അതെ, ഡ്യുവൽ ചെയ്യാനായിട്ട്. എന്ത്? ട്രെയിനിങ്ങിനാ? അതെ, നാളത്തെ ട്രയൽ അല്ലേ, അപ്പോൾ എനിക്കൊന്ന് വാമം ചെയ്യാനായിട്ടാണ്. ഓ, സത്യം പറഞ്ഞ ഇവന് പെണ്ണിനെ മോഹിക്കുന്നതെന്ന് പറയുന്നത് തന്നെ അത്ഭുതമായിരിക്കും. പക്ഷെ ഒരു ഡ്യുവല്, അതും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ. ആ, എന്തായാലും അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായി തന്നെ ഉറപ്പാണ്. ഞാൻ ഇവനെ നേരത്തെ ഡിഫീറ്റ് ചെയ്യാനാണ് നോക്കിയത്, എന്നാൽ കൊല്ലാൻ നോക്കിയില്ലായിരുന്നു. ഞാൻ ഇവനെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിഫറൻ്റ് ഉള്ള ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും. അപ്പം നീ എന്ത് പറയുന്നു? നീ വില്ലിങ് ആണോ? അല്ല, അത് പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിനക്ക് എന്നെ കൊല്ലാനും നോക്കാം. അല്ല, നീ എങ്ങനെ ചെയ്തു കഴിഞ്ഞ് നീ വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ പോസ്റ്റ് എനിക്ക് അൺഡു ചെയ്യാൻ പറ്റും. അല്ല, ശരിക്കും പറഞ്ഞതാണോ? വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കഴുത്തിലേക്ക് ആ ഒരു കത്തിയായിട്ട് അവൾ വന്നു. എന്നാൽ അടുത്ത സെക്കൻഡിലാണ് ആ കൈ അവൻ്റെ കഴുത്തിൽ ചെന്ന് പതിച്ചത്. നീ ശരിക്കും സ്ലോ ആണല്ലോ. അല്ല, എന്ത്? ശരിക്കും സ്ലോ ആണെന്ന്? സത്യം പറഞ്ഞാൽ ഒട്ടും മോശമൊന്നുമല്ല മോർട്ടൽ. അത്ര അരഗൻ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പോഴും ശരിക്കും അമ്മച്ചർ തന്നെയാണ്. ഒരു ഹ്യൂജുള്ള ഡിഫറൻസ് കാരണം എയർലി പീക്കും സുപ്രീം പീക്കും തമ്മിൽ. പക്ഷേ എങ്കിലും, അല്ല, അതിലുപരി ഞാൻ നാളിതുവരെ സത്യം പറഞ്ഞാൽ റിവെഞ്ചിന് വേണ്ടി മാത്രമാണ് മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് എനിക്ക് ഇനി ഇതിനെപ്പറ്റി പഠിക്കണം എന്ന് തോന്നുന്നു. ഇനിയും ഒത്തിരി അധികം. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവളോടെ നിപ്പുണ്ടായിരുന്നു. അവൾ മനസ്സിൽ പറയുകയും ചെയ്യും, എനിക്കിത് മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസത്തിന് മുമ്പ് വരെ ഞാനും അവനും ഏകദേശം ഒരേ ലെവൽ തന്നെയായിരുന്നു മാർഷൽ ആർട്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവൻ എവിടേക്കാണ് ഈ ഉയർന്നു പോകുന്നത്? ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആണല്ലേ. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. അതായത് കോപ്സ് ബ്ലഡ് വാലിയിലെ ഫൈനൽ ട്രയൽ നടക്കുന്ന ആദ്യത്തെ ദിവസം. അല്ല, ആ കാണുന്നത് ഡാർക്ക് സെറ്റ് ലീഡർ അല്ലേ? അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് അവസാനം ഞാൻ കണ്ടു വെച്ച് മാറിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അത് ഡാർക്ക് സെറ്റിലെ ലീഡർ തന്നെയാണ്. പക്ഷെ അവനെന്തിനാണ് ഇവിടേക്ക് വന്നത്? സാധാരണ അവർ ഇതുപോലത്തെ പരിപാടിക്കൊന്നും ചേരാത്തതാണല്ലോ. പെട്ടെന്നാണ് ആ സൗണ്ട് കേട്ടത്. അത് കേട്ട അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ചെവി പൊത്താനും തുടങ്ങി. അവള് തുടങ്ങി. ഈ സമയത്ത് ഡാർക്ക് സെൽ ലീഡർ ഒന്ന് ചിരിക്കുന്നുണ്ട്. ദ സൗണ്ട് വാലി മാസ്റ്ററുള്ള ഹാങ് യുറാഗ്, അവളായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അവള് അതീവ സുന്ദരിയും
എന്നാൽ അതേപോലെ അത്രത്തോളം സൂത്രശാലിയുമായിരുന്നു. അവൾ ഉണ്ടാക്കുന്ന ആ സൗണ്ടിന്റെ പവർ കൂടിയതുകൊണ്ട് തന്നെ അവിടെയുള്ള പല ഗാർഡ്സിനും അത് സഹിക്കാൻ പറ്റാത്തത്രയുമായി. അവൾ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ആ സൗണ്ട് ക്യൂ യൂസ് ചെയ്തുകൊണ്ട് അവളുടെ ചുറ്റിനുള്ളവരെ എല്ലാവരും സഫർ ചെയ്തിരിക്കും. അതുമാത്രമല്ല അസോസിയേഷന്റെ വൈസ് ലീഡർ അതിന് ശരിക്കും ദേഷ്യമുള്ളതാണ്. അദ്ദേഹം വരെ വാൺ ചെയ്തിട്ട് പോലും അവൾ മര്യാദക്ക് അനുസരിച്ചിട്ടില്ല. അല്ല, കുറച്ചുകൂടെ ശക്തി കൂട്ടണോ? ഇതേ സമയത്ത് ഗാർഡ്സിന് നേരെ നിൽക്കാൻ പോലും പറ്റാതെ നിലത്ത് വീഴാനും തുടങ്ങി. നമ്മുടെ കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ അവന്റെ സോൾ എടുത്ത് ഇത് ഞാൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വാലി മാസ്റ്റർ ഹാങ് മതിയാക്കൂ. ആ പറഞ്ഞത് നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസ് ആയിരുന്നു. അല്ലേ കിങ് ഓഫ് ബ്രില്യൻസ്, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് കൊള്ളാം, എനിക്കെന്താ ഇവിടെ വന്നൂടെ? അല്ല, തീർച്ചയായിട്ടും വരാം. എങ്കിൽ വന്നിരിക്കാൻ നോക്ക്. കോപ്സ് ബ്ലഡ് വാലി മാസ്റ്ററിനെ നീ ഇങ്ങനെ ന്യൂസൻസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓ, ഇവൻ ദ കിങ് ഓഫ് ബ്രില്യൻസ് സൺ യൂൺ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവൻ ഓൾമോസ്റ്റ് അവളെ ഇതിനു മുമ്പ് കൊല്ലാൻ പോയതായിരുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ ഒരു പേടി സ്വപ്നമാണ് അവിടെ നിൽക്കുന്നത്. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കിങ് ഓഫ് ബ്രില്യൻസ് മാത്രമല്ല ബാക്കിയുള്ളവരും ഇവിടെ ഈ ഒരു ട്രയലിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്താണ് ബാക്കിയുള്ളവരും അത് കാണുന്നത്. എടാ നോക്കിയേ, ആ ഒരു 5 കിങ്സും പിന്നെ ഡാർക്സ് ലീഡർ, അത് മാത്രമല്ല സൗണ്ട് വാലി മാസ്റ്റർ, കുറെ പേര് ഇവിടേക്ക് ഉണ്ടല്ലോ. ഇതേ സമയത്ത് അവൻ നടന്ന് നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസിന്റെ അടുത്തേക്ക് ചെന്നു. കിങ് ഓഫ് ബ്രില്യൻസ്, ഇത് ശരിക്കും ഞങ്ങളുടെ ഭാഗ്യമാണ് താങ്കളുടേക്ക് വന്നത്. കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ, കുറച്ചായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ താങ്കൾ ഒരിക്കലും ഇവിടെ എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതെയോ? അതെന്താണ്? പെട്ടെന്നാണ് അവനൊന്ന് നോക്കിയത്. ദൂരത്ത് നിന്ന് ആ പിള്ളേരെയാണ് നോക്കിയത്. അടുത്ത നിമിഷം അവന്റെ മുഖത്ത് ആ ഒരു ചിരി വന്നു. അപ്പോ അത് ശരിയായിരുന്നു, അവൻ ആ ട്രയൽസ് എല്ലാം പാസ്സായല്ലേ? മോക്ക് ജോൺ വൂൺ. എന്ത്? ആരാടാ അത് ചെയ്തത്? പറ, ആരാണ് ചെയ്തെന്ന് പറ. അല്ല, ഞാൻ ജയിച്ചെന്നാ, പക്ഷെ എന്റെ ഗാർഡ് ഞാൻ ലെറ്റ് ഡൗൺ ചെയ്തുകൊണ്ടാണ്. ഞാൻ പേരാണ് ചോദിച്ചത്. അവന്റെ പേര് മോക്ക് ജോൺ വൂണോ? എന്ത്? അവനിപ്പോഴും ജീവനോടെ ഉണ്ടോ? ഞാൻ വിശ്വസിച്ചിരുന്നത് അവൻ ആ 3 ഡിവിഷൻ സോൾ പഠിച്ചെങ്കിൽ കൂടിയും അവൻ കോപ്സ് ബ്ലഡ് ഒരിക്കലും സർവൈവ് ചെയ്യുന്നില്ലെന്നാണ്. പക്ഷേ അതിലുപരി അവനത് സർവൈവ് ചെയ്യുകയും ചെയ്തു. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്തത്? അല്ല, അത് പിന്നെ അവൻ ട്രാൻസിലായിരുന്നപ്പോൾ ഞാൻ അവിടേക്ക് ചെന്ന് അവനെ എടാ വിട്ടിന്ന് പറഞ്ഞ് അവൻ്റെ തല നോക്കി കിങ് ഓഫ് ബ്രില്യൻസ് ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും. അവൻ ജീവനോടെ മാത്രം ഉണ്ടെന്നല്ല, അവൻ ഫൈനൽ ട്രയൽ വരെ എത്തിയിരിക്കുന്നു. അവൻ ശരിക്കും ഡിഫറൻ്റ് ആണ്. ഇവൻ ഇനിയും പൊട്ടൻഷ്യൽ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവനെ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ശിഷ്യനാക്കി മാറ്റും. അതിന് ഓർത്തഡോക്സ് റൂട്ടിലുള്ള ഒരാളാണെങ്കിലും കൊള്ളാം. ഇതേ സമയത്താണ് അവൻ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ യങ്ങസ്റ്റിനെ. അല്ല, ആ പയ്യനും ജീവനോടെ ഉണ്ടോ? ഞാൻ ഒരിക്കലും അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചില്ല. അവൻ ടാലൻറ്റഡ് ആണപ്പോൾ, പക്ഷേ ഫൈനൽ ട്രയൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിലുപരി അവൻ്റെ കണ്ണിലെ ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇന്നിവിടെ വന്നത് നന്നായി. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ട്രയലിൻ്റെ റിസൾട്ട് അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനൽ ട്രയൽ ഇവിടെ തുടങ്ങാൻ പോകുകയാണ്. പെട്ടെന്നാണ് യങ്ങസ്റ്റ് ഇത് ശ്രദ്ധിക്കുന്നത്. അതല്ല, അതൊരു മാച്ച് ബ്രാക്കറ്റ് അല്ലേ? അതിനർത്ഥം ഫൈനൽ ട്രയൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഫൈനൽ ട്രയൽ എന്ന് പറയുന്നത് ഡ്യുവൽസ് ആയിരിക്കും. പ്രീവിയസ് ട്രയൽസിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലിമിറ്റ്സ് ഞങ്ങൾ നോക്കിയിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ. ഈ ഒരു അവസാനത്തെ ട്രയലിൽ നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഹയർ അപ്സിനെ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പലതും നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ട്രയലിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹയർ അപ്പിനെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കും. അല്ല, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഒരു ഡിസിപ്ലിന് അതിനെ മാസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നോ? എല്ലാവർക്കും ഞാൻ എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക് നേരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്നെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്തൊക്കെ വന്നാലും എനിക്ക് നിന്നെ സ്റ്റോപ്പ് ചെയ്യണം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ല, അവനിവിടെ ഇല്ലല്ലോ. പോയിസൺ കിങ് അല്ല ബേഗ് സാഹ. ഞാൻ വിചാരിച്ചത് അവനിവിടെ കാണുന്നതാണ്. അവനാകുമ്പോൾ ഫാൻറ്റം സോറിനെ പറ്റി എന്തെങ്കിലും അറിയായിരുന്നു. നാശം, എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരുമോ? സത്യം പറഞ്ഞാൽ ഇവിടെ ജയിച്ചിട്ട് അത് യൂസ് ചെയ്ത് അവനെ സെലക്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, താങ്കൾക്ക് വേണമെങ്കിൽ ആ 5 കിങ് ഉള്ള പോയിസൺ ലീഡറിന്റെ കീഴിലേക്ക് ചെല്ലാം. അതാകുമ്പോൾ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇനി എൻ്റെ ചോയ്സ് ഞാൻ മാറ്റേണ്ടി വരും. ഇത് ശരിക്കും ബോറിംഗ് ആണ്. ഇതേ സമയത്ത് നമ്മുടെ യങ്ങസ്റ്റ് പറയുകയും ചെയ്യും, പക്ഷേ സംഖ്യകൾ മാത്രം ഒന്നും റെഡി ആകുന്നില്ലല്ലോ. ആദ്യം വിളിക്കാൻ പോകുന്നത് മോക്ക് യൂച്ചനെ ഇയോൺ മൂ ഇയങ്ങിനെയാണ്. നിങ്ങൾ രണ്ടുപേരും മുന്നിലേക്ക് വാ. ഓ, അപ്പോൾ അതിനർത്ഥം എനിക്ക് തോന്നിയായിരുന്നു. മോക്ക് യൂച്ചൻ നമ്പർ 6 ലോവർ ബ്രാക്കറ്റ്. ഞാനപ്പോൾ ലോവർ ബ്രാക്കറ്റിലാണ്. ഭാഗ്യവാൻ. നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇയോൺ മിയുവാൻ നമ്പർ 4, മൂ ജാങ് യാക് നമ്പർ 2, മോങ് ഹറാങ് നമ്പർ 3 ആൻഡ് മോക്ക് ജിയോൺ വൂൺ
അവനട്ടെ അതൊന്ന് എടുക്കുകയും തിരിച്ച് കാണിക്കുന്നുണ്ട്. മോക്ക് ജ്യൂൺ വൂൺ നമ്പർ 1 പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. ആൻഡ് അവസാനമായി ഇയോങ്ക അവൻ എന്തായാലും നമ്പർ 5 ലോവർ ബ്രാക്കറ്റിലായിരിക്കും. മാച്ച് എന്തായാലും ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മോക്ക് തിരിഞ്ഞ് നടന്നിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് മോക്ക് ജ്യൂൺ വൂണും മു ജാനിയാക്കും തമ്മിലാണ് ആദ്യത്തെ ബാറ്റിൽ നടക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടുള്ള ഒരു ഒപ്പോണൻ്റ് ആണല്ലോ. പക്ഷേ എൻ്റെ ഒപ്പോണൻ്റ് ആരാണെങ്കിലും കൊല്ലാം ഞാനിവിടെ പരാജയപ്പെടുത്തില്ല. കാര്യം എൻ്റെ കയ്യിൽ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ട്രിക്കുണ്ട്. മോർട്ടൽ എന്ത് പറ്റി, ബോറടിച്ചോ? പിന്നല്ലാതെ. ഈ സമയത്താണ് അവൻ വന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പ്രോപ്പർലി ഇത്തവണ ഫൈറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഇവിടെ ആര് ജയിച്ചാലും തോറ്റാലും നമ്മുടെ ബെസ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ല അതെന്താണ്? ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അധികം നേരമൊന്നും നിൽക്കത്തില്ല. അതാട്ടെ അവന് ഒട്ടും തന്നെ പിടിച്ചില്ല. ഈ തെണ്ടി. ആദ്യത്തെ രണ്ടുപേര് മുന്നിലേക്ക് കടന്നു വാ. ആ സമയത്ത് അവർ രണ്ടുപേരും സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഹേയ് മോക്ക് ജുൻവുഡ്, നിനക്ക് നല്ല വിശ്വാസമില്ലേ നീ ഇവിടെ ജയിക്കുമെന്ന്? എന്ത്? എങ്കിൽ പിന്നെ ഒരു പന്തയം വെച്ചാലോ? ഇവിടെ തോക്കുന്നവൻ ജയിക്കുന്ന ആളെ സാറെന്ന് വിളിക്കണം. ഒന്നുമില്ലെങ്കിലും ഹൈറാർക്കിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലേ ഈ ഒരു സൊസൈറ്റിയിലെ? എന്തേ നിനക്ക് പേടിയാണോ? എങ്കിൽ വേണ്ട കേട്ടോ. അതൊരു രസമില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാലോ? എന്ത്? ഈ സാറെന്ന് വിളിക്കുന്നതിനെക്കാട്ടും നല്ലത് തോക്കുന്നവൻ ജയിക്കുന്നവന്റെ നായയാകും. അതങ്ങനെയുണ്ട്. അത് കേട്ടപ്പോ അവനൊന്ന് ഞെട്ടി. ഈ നാർക്കി ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കാൻ നന്നായിട്ട് അറിയാല്ലേ. എന്തേ പേടിച്ചു പോയോ? നായയല്ലേ? ആ സമയത്താണ് നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസ് അത് ശ്രദ്ധിക്കുന്നത്. അവൻ മാത്രമല്ല ഡാർക്ക്നെസ് സെറ്റും പിന്നെ ആ ഒരു സൗണ്ട് സെറ്റിലെ എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്യും. നാശം, ഞാൻ വിചാരിച്ചത് മോക്ക് ചൈൽഡിന്റെ ലെവലിൽ എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ അവനൊട്ടും തന്നെ ഭാഗ്യമില്ല. അല്ല, ഇതുപോലത്തെ ഒരു പയ്യൻ അവനുണ്ടായിരുന്നോ? മുജന്യാക് അവൻ ഇവിടെ നിന്നാണ് വന്നത്? ഞാൻ വിശ്വസിക്കുന്നത് അവൻ ഏതോ സ്മോളർ സെക്റ്റിൽ നിന്നാണ്. ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് ശരിക്കും ഷോക്കിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ചോയ്സ് നേരത്തെ റാഷായിട്ടാണ് എടുത്തത്. ആ ഒരു പയ്യൻ അവൻ ശരിക്കും അൾട്ടിമേറ്റ് പീക്കിലാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അവനിപ്പോൾ സുപ്രീം പീക്കിൽ എത്തുന്നതിൻ്റെ വക്കത്താണുള്ളത്. അപ്പോൾ നമ്മളിവിടെ മത്സരം തുടങ്ങിയാണ്. പൊസിഷനിലേക്ക് എത്തിക്കോളൂ. എങ്കിൽ ശരി, നമുക്കത് ചെയ്തേക്കാം. മത്സരം തുടങ്ങട്ടെ. ഇവിടെ ലൂസർ ജയിക്കുന്നവന്റെ നായയായി മാറുന്നതാണ്. നീയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നീ എൻ്റെ നായയെ മാറുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് പാഞ്ഞവിടേക്ക് വന്ന് ജിയോങ്ങിനെ അറ്റാക്ക് ചെയ്തിട്ട് പോയി. അത് കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടി. അവൻ ശരിക്കും ഫാസ്റ്റാണ്. അടുത്ത നിമിഷം തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ജിയോങ്ങട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാം. ഇത്രയുള്ള ഒന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്തൊരു അറ്റാക്ക് ജിയോങ്ങിന്റെ മേത്ത് വന്ന് പതിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അതായത് കിങ് ഓഫ് ബ്രില്യൻസും അവിടെ ഉണ്ടെന്ന ബാക്കിയുള്ള എല്ലാവരും. അവന്റെ 2 കൈകളാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം അവൻ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ജിയോങ്ങിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. കണ്ടത് അത് ദ റൈറ്റ് ഫിസ്റ്റും ലെഫ്റ്റ് പാം ടെക്നിക്കും അല്ലേ? എന്തേ നീ സർപ്രൈസ്ഡ് ആയോ? ഈ സമയത്ത് ജിയോങ് ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് ടെക്നിക്, ദ റൈറ്റ് ഫിസ്റ്റ് ലെഫ്റ്റ് പാം ടെക്നിക്. ഇതേ സമയത്ത് ദൂരത്ത് നിന്നുണ്ട് നമ്മുടെ കിങ് ഓഫ് ബ്രില്യൻസ് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. ദ റൈറ്റ് ഫിസ്റ്റ് ലെഫ്റ്റ് പാം. ഒരു മാർഷൽ ആർട്സ് അറിയാവുന്ന ആർക്കായാലും ഇത് വ്യക്തമായി തന്നെ അറിയാം. ഈ ഒരു ടെക്നിക്കിനെ ഇമ്പോസിബിൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാര്യം ഇത് ചെയ്യാനായിട്ട് ഒരാൾക്ക് 2 രീതിയിൽ അവരുടെ ക്യൂയെ ഒരേ സമയം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും സ്ലൈറ്റ് ആയുള്ള ഒരു ചേഞ്ച് വന്നാൽ തന്നെ ഒരു കൊളിഷൻ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ മാർഷൽ മാസ്റ്റേഴ്സ് വരെ ഈ ഒരു ടെക്നിക്ക് മാത്രം പഠിക്കാൻ നോക്കാത്തത്. അതിനർത്ഥം അവനത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ റൈറ്റ് ഹാൻഡ് ഫിസ്റ്റും ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണായി പാം ടെക്നിക്കും. എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോൾ എന്താണ് വരുന്നതെന്ന്. നീ ഇപ്പോൾ 2 പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെയല്ലേ? ശരിയാണ്, ആ ഒരു ടെക്നിക് ശരിക്കും ഡേഞ്ചറസ് ആണ്. 2 പേരായിട്ട് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്ന പോലെ. മോക്ക് ജുൻവുൺ, നീ ശരിക്കും അൺലക്കിയാണ്. ഇപ്പോൾ ഈ ഒരു ബാറ്റിലിൻ്റെ സ്ഥിതി ഇരിക്കുന്നത് അവൻ്റെ കയ്യിലാണ്. സത്യം പറഞ്ഞാൽ നിനക്ക് കിട്ടിയ ഏറ്റവും വേഴ്സ്റ്റ് ഉള്ള മാച്ചപ്പ് തന്നെയാണ്. ഈ ഫൈറ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ഇത് അവൻ്റെ ഫേവറിലാണ്. ദ റൈറ്റ് ഫിസ്റ്റ് ലെഫ്റ്റ് പാം ടെക്നിക്. മാൻ, അത് ശരിക്കും നൈസ് ആളുള്ള ടെക്നിക്കാണ് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ ക്രീപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. നീ കുറച്ച് ടഫായിട്ട് ആക്ട് ചെയ്യണ്ട, ഞാനിതാ വരുവാണ് നിന്റെ ഈഗോ ക്രഷ് ചെയ്യാനെന്ന് പറഞ്ഞ് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ നേരത്ത് അവൻ മനസ്സിൽ പറയും ചെയ്യാം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ജിയോങ് അവൻ്റെ കൈകൾ മുന്നിലേക്ക് നീട്ടിയത്. ദ റൈറ്റ് ഫിസ്റ്റ്
ലെഫ്റ്റ് പാം. എന്നിട്ട് അവന്റെ വലത് കൈ പാം ടെക്നിക്ക് കൊണ്ടും അവന്റെ ഇടത് കൈ ഫിസ്റ്റ് ടെക്നിക്ക് കൊണ്ടും ജിയോങ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവനെ കൗണ്ടർ ചെയ്തു. അത് കണ്ടപ്പോ ഞെട്ടിത്തെറിച്ചു പോയി. അത് ഒന്ന് രണ്ടാൾക്കാരല്ല, അവിടെ ഉണ്ടായിരുന്ന കിങ് ഓഫ് ബ്രില്യൻസും നമ്മുടെ ഡാർക്ക് സെക് ലീഡറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസും എല്ലാവരും അമ്പരന്നു പോയി. ഒരു കുറച്ച് നിമിഷത്തേക്ക് അവിടെ പ്യുർ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി മാറി. ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഹാ, അവനിപ്പോ ചെയ്തത് അല്ല, അവനിപ്പോ ആ ഒരു റൈറ്റ് ഫിസ്റ്റ് ലെഫ്റ്റ് പാം ഒരു തവണ കണ്ടിട്ട് ഇമിറ്റേറ്റ് ആണോ ചെയ്തത്? എന്റെ ദൈവങ്ങളെ, അവൻ ശരിക്കും ഒരു ജീനിയസ് ആണ്. അവൻ എനിക്ക് വേണം, എനിക്ക് തന്നെ വേണം. നിനക്ക് എത്ര ധൈര്യമായിട്ടാണെന്നും പറഞ്ഞ് നമ്മുടെ മൂജാനിയാക്ക് പാഞ്ഞവിടേക്ക് വന്നപ്പോഴേക്കും ഇയോൺ അവന്റെ മുഖത്ത് നോക്കി ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവനത് ജസ്റ്റ് എങ്ങനെയൊക്കെ ഡോഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും ജിയോങ്ങിന്റെ കാല് അവന്റെ നിര വന്ന് അവൻ ആ ഫ്ലൂയിഡ് മിസ്റ്റീരിയസ് ഫുഡ് വർക്ക് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. അവൻ എൻ്റെ കാല് യൂസ് ചെയ്യുന്നു. എങ്ങനെ? അതിലുപരി അവൻ ചെയ്യുന്ന ഓരോ അറ്റാക്സും അത് നിയർലി ഇമിറ്റേഷൻ മാത്രമല്ല, അതിനുപരി മറ്റെന്തുകൊണ്ട് അവൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ ടെക്നിക്ക്, അവൻ ആപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം എന്നെക്കാട്ടും സുപ്പീരിയർ ആയിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അവൻ എന്നെ ഇട്ട് പന്താടുകയാണ്, ഒരു ഇൻസെറ്റിനെ കളിപ്പിക്കുന്നത് പോലെ. അല്ല, ഞാൻ എന്താണ് ഈ കാണുന്നത്? ജാനിയാക്കിന്റെ മുമ്പിൽ ഞാൻ നോർമൽ ഒരു പേഴ്സണാണ്. അവനെ തന്നെ മോക്ക് ജോൺ ഇട്ട് കളിപ്പിക്കുവാണല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊട്ടും തന്നെ നിസാരമല്ല. ഇവൻ മാർഷൽ മാസ്റ്റേഴ്സിന് പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ഒരു ഹാൻഡിലിംഗ് കൾട്ടിവേഷൻ ടെക്നിക്ക് വളരെ സിമ്പിളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അവൻ ചെയ്യുന്നു. അവനെ ജീനിയസ് എന്ന് പോലും വിളിച്ചാൽ പോരാ, അവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. ഇല്ല, ഞാനിവിടെ പരാജയപ്പെടുവാണോ? ഇല്ലെന്നും പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കിടന്ന് കാലിട്ട് നിലത്തേക്ക് ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടി അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങൾ അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. അതിന്റെ സൈഡിൽ കൂടെ മോക്കിന്റെ പുറകിൽ കൂടെ വന്നിട്ട് പറയും ചെയ്യും, നീയാണ് എന്റെ നായകൻ പോകുന്നു പറഞ്ഞ് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തപ്പോഴേക്കും മോക്കത് നിസ്സാരമായി തന്നെ ഡോട്ട് ചെയ്തു. അല്ല, എന്ത്? അപ്പോ ഇന്നു മുതൽ നീ ഞാൻ പറയുമ്പോ കൊരക്കും, ഞാൻ പറയുമ്പോ മിണ്ടാതിരിക്കും, പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചുകൊണ്ട് ജോങ് അവന്റെ മുഖത്തേക്ക് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് അവന്റെ താടിയിൽ വന്ന് പതിച്ച് അവൻ നിര മുകളിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. അവൻ എങ്ങനെയാണ് ആ ഒരു ടെക്നിക്ക് ഇപ്പോ? അടുത്ത നിമിഷം കാണുന്നത് അവൻ നിര നിലത്ത് വന്ന് പതിച്ചതാണ്. അവന് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇവിടെ വിജയിച്ചിരിക്കുന്നത് മോക്ക് ജോൺ വൂൺ ആണ്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.